ഒരു വിഷപ്പാമ്പ് കടിച്ചാൽ ഒരിക്കലും വൈദ്യർ, നാട്ടുമരുന്ന്, ഒറ്റമൂലി, ആയുർവേദം, മന്ത്രിച്ചൂതൽ എന്നൊക്കെ പറഞ്ഞ് സമയം മെനക്കെടുത്തരുത്. ഇവരുടെയൊക്കെ അടുത്ത് പോയി മരണത്തിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ കടിച്ച പാമ്പ് വിഷപ്പാമ്പ് അല്ലാതിരിക്കണം. അല്ലെങ്കിൽ വളരെ കുറഞ്ഞ വെനം മാത്രം ഉള്ളിലേക്ക് ചെലുത്തുന്ന വിധത്തിലുള്ള ഡ്രൈ ബൈറ്റ് ആയിരിക്കണം. വിഷപ്പാമ്പുകൾ അവർക്ക് വിലയേറിയ ഈ വെനം, ഈ പ്രോട്ടീൻ വെറുതെ നഷ്ടപ്പെടുത്തില്ല. അവർക്ക് ഭക്ഷണം തേടാൻ ഇത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അതിനാലാണ് പലപ്പോഴും ഡ്രൈ ബൈറ്റുകൾ സംഭവിക്കുന്നത്. അവ ചികിത്സിച്ച് മാറ്റി വൈദ്യന്മാരും മന്ത്രവാദികളൊക്കെ വിജയശ്രീ ലാളിതന്മാരാകുകയും ചെയ്യും. ഇവരെ വിശ്വസിച്ച് നല്ല തരത്തിൽ വിഷബാധയേറ്റ ഒരാളെ അവിടെ കൊണ്ടുപോയി അവർ മരിച്ചു കഴിഞ്ഞാൽ അതപ്പോൾ വിധിയുടെയും വൈകി വന്നതിൻ്റെയും പഥ്യം തെറ്റിച്ചതിൻ്റെയും ഒക്കെ അക്കൗണ്ടിൽപ്പെടുത്തി അവർ തടിയൂരുകയും ചെയ്യും. അണലി കടിച്ചാലും വിഷത്തിൻ്റെ വ്യാപനം നേരത്തെ പറഞ്ഞതുപോലെയൊക്കെ സംഭവിക്കുമെങ്കിലും വിഷത്തിൻ്റെ പ്രവർത്തന രീതി വ്യത്യാസമുള്ളതാണ്. രക്തക്കുഴലുകളെയും രക്തം കട്ടപിടിക്കാനുള്ള കഴിവിനെയുമാണ് പ്രധാനമായിട്ടും ഇത് ബാധിക്കുക. ആദ്യം ശരീരത്തിലെ രക്തം കട്ടപിടിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ സജീവമാക്കുകയും രക്തചംക്രമണ സംവിധാനത്തിൽ പലയിടത്തും രക്തം കട്ടപിടിപ്പിക്കുകയും അങ്ങനെ രക്തക്കുഴലുകളിൽ ബ്ലോക്ക് ഉണ്ടാക്കുകയും ചെയ്യും. അങ്ങനെ ബ്ലോക്ക് ഉണ്ടായി ഹൃദയാഘാതവും സംഭവിക്കാം. കുറേ കഴിയുമ്പോൾ രക്തം കട്ടപിടിക്കാനുള്ള ഘടകങ്ങൾ രക്തത്തിൽ ഇല്ലാതാകുന്നു. അതുമൂലം രക്തത്തിന് പിന്നെ കട്ടപിടിക്കാൻ കഴിയാതാവുന്നു. അതായത് അണലി വിഷം ആദ്യം രക്തം കട്ടപിടിപ്പിച്ചും അതിനുശേഷം രക്തം കട്ട പിടിക്കാതെയാക്കിയും നമ്മളെ കഷ്ടപ്പെടുത്തും. കൺസംപ്ഷൻ കോആഗുലോപ്പതി എന്നാണ് ഇതിന് പറയുക. ഇത് അനിയന്ത്രിതമായിട്ടുള്ള രക്തസ്രാവത്തിന് കാരണമാകും. അതാണ് തുടർന്നുള്ള സങ്കീർണതകൾക്ക് പ്രധാന കാരണം. കിഡ്നിയെ ബാധിക്കും, കിഡ്നി ഫെയിലിയറും സംഭവിക്കാം. എന്നാൽ ഈ പ്രശ്നങ്ങളൊക്കെ കണ്ടു തുടങ്ങാൻ, അറിയാൻ കുറച്ച് സമയമെടുക്കും. അതായത് മരണം സംഭവിക്കാൻ മണിക്കൂറുകളോ ചിലപ്പോൾ ദിവസങ്ങളോ എടുക്കും. ആൻറ്റി സ്നേക്ക് വെനം ചികിത്സയ്ക്ക് പുറമെ ചിലപ്പോൾ ഡയാലിസിസ്, രക്തം കട്ട പിടിക്കാനുള്ള മറ്റ് സപ്പോർട്ടീവ് ചികിത്സകൾ ഒക്കെ ആവശ്യമായി വരും. വെള്ളിക്കെട്ടനും മൂർഖനും ഒക്കെ കടിച്ച് കൃത്യസമയത്ത് നമുക്ക് ചികിത്സ നൽകാൻ പറ്റിയാൽ ന്യൂറോടോക്സിക് വിഷബാധയാൽ നാഡീവ്യൂഹത്തെ ബാധിച്ച പ്രശ്നങ്ങൾ മാറി ഏകദേശം പൂർണ്ണമായും പഴയ പോലെയാകും. എന്നാൽ വളരെ അപൂർവമായി അണലി വിഷബാധയേറ്റയാൾക്ക് കിഡ്നി തകരാർ പൂർണ്ണമായും മാറാതെ ഒരവസ്ഥയുണ്ടാകാം. അതുപോലെ അപൂർവമായിട്ട് പിറ്റ്യൂട്ടറി ഗ്രന്ഥിക്ക് സാരമായിട്ടുള്ള കേടുപാടുകൾ സംഭവിക്കാം. അങ്ങനെ ഹൈപ്പോപിറ്റ്യൂട്ടറിസം എന്ന ഒരവസ്ഥയുണ്ടാകാം. ചിലപ്പോൾ അനേക വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്. കടിയേറ്റ സ്ഥലത്ത് വേദന, നീര്, നീലനിറം, രക്തം പൊടിയുക തുടങ്ങിയ ലക്ഷണങ്ങൾ വിഷബാധയെ സൂചിപ്പിക്കുന്നു. കടലവേദനയും നീരും, കടിച്ച സ്ഥലത്ത് പോളകൾ വരിക, ഛർദിൽ, വയറുവേദന, മൂത്രത്തിൽ രക്തക്കളർ, ശരീരവേദന, കണ്ണ് ചുവക്കുക, മയങ്ങിപ്പോകുക, രക്തം ഛർദിക്കുക, മൂക്കിൽ നിന്നും ചോര വരിക, ചുമച്ച് ചോര തുപ്പുക, പല്ലുകളിൽ നിന്നും ചോര ഒഴുകുക, പ്രഷർ കുറയുക തുടങ്ങിയവയൊക്കെ അണലി വിഷബാധയുടെ ലക്ഷണങ്ങളാണ്. മൂർഖൻ വെള്ളിക്കെട്ടൻ കടികളെ അപേക്ഷിച്ച് രോഗിക്കും ഡോക്ടർമാർക്കും ഒക്കെ കുറച്ചുകൂടി സമയം കിട്ടുമെങ്കിലും മറ്റൊരു പ്രധാന ഗുരുതര പ്രശ്നം ചിലപ്പോൾ സംഭവിക്കാം. ആൻറ്റി സ്നേക്ക് വെനം അടക്കമുള്ള എല്ലാ ചികിത്സകൾ നൽകിയാലും ചിലപ്പോൾ കടി കിട്ടിയ ആൾ മരണപ്പെടാം.